ഇന്ത്യക്കാർ കാർ ഓടിച്ച് തുടങ്ങിയത് മാരുതി 800 എന്നാണ്, അല്ലെങ്കിൽ മാരുതി കാർ എന്നാണ് നമ്മൾ പറയും. പക്ഷേ മാരുതി ശരിക്കും ആദ്യം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത് മാരുതി കാറല്ല, മാരുതി വാനായിരുന്നു. പക്ഷേ മാരുതി കാർ വന്ന് പിന്നെയും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മാരുതി തങ്ങളുടെ മൈക്രോ വാനായിട്ടുള്ള മാരുതി വാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് ഓമ്നി എന്ന് പേര് കിട്ടാൻ പിന്നെയും സമയമെടുത്തു. ആ ഒരു വണ്ടി 2019 വരെ നിരത്തിലായി. പിന്നെ അങ്ങോട്ട് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടത്, കാരണം സേഫ്റ്റിയുടെ പ്രശ്നം, ക്രംബിൾ സോൺ ഇല്ലായ്മ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ആ ഒരു ലാസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള മാരുതി ഓമ്നി ഉണ്ട്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വണ്ടി എന്ന് പറയുന്നത് ശരിക്കും കാളക്കണ്ണൻ എന്ന് വിളിച്ചിരുന്ന പഴയ ഓമ്നിയിൽ നിന്ന് കുറേ അധികം മാറ്റങ്ങളായിട്ടുണ്ട്. പിന്നീട് ഇതങ്ങ് മാറിയിട്ട് ഇപ്പോൾ ഈക്കോയാണ് ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നത്, സ്ലൈഡിംഗ് ഡോറൊക്കെ ആയിട്ട്. എന്തായാലും സുസുക്കിയുടെ കാരി എന്ന വണ്ടിയുടെ ഇന്ത്യൻ വേർഷനാണ് ഓമ്നി, അല്ലെങ്കിൽ മാരുതി വാൻ. മാരുതിന് അല്ലെങ്കിൽ മാരുതിക്ക് ഒരു ഹൈ റൂഫ് വാൻ കൂടി ഉണ്ടായിരുന്നു, അത് എവരിയുടെ ആ ഒരു വേർഷനാണ്. എന്തായാലും ഈ വണ്ടി ആദ്യം ഒന്ന് നടന്ന് കാണിക്കാം, ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയാം, ചരിത്രം പറയാം. എന്തായാലും ഇന്ന് നമുക്ക് ഓമ്നിയെ ഒന്നുകൂടി റീകോൾ ചെയ്യാം. അതായത് ഇങ്ങനെയും ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്ന സീരീസിലെ ആദ്യ വണ്ടി എന്നൊക്കെ നമുക്ക് ഈ ഒരു ഓമ്നിയെ പറയാം. വരും. മാരുതി 800 വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് 1984 മാരുതി വാൻ വരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ പണിയും ചെയ്യുന്ന ഒരു വണ്ടി എന്നൊക്കെ ഈ ഒരു വാനെ പറയാം. 1988 മാരുതി വാൻ മാരുതി ഓമ്നി എന്ന നിലയിലേക്ക് പേര് മാറി. പിന്നീട് 98 ഇതിനൊരു ഫേസ് ലിഫ്റ്റ് കിട്ടി. ആ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും കാളക്കണ്ണം മാറിയിട്ട് ചതുരമുള്ള ആ ഒരു ലൈറ്റായിരുന്നു. പിന്നീട് 2005 ഈ മോഡൽ ലൈറ്റൊക്കെ വരുന്നത്. ഓമ്നിക്ക് ഇ എന്ന് പറഞ്ഞ മോഡലായിരുന്നു, അത് 8 സീറ്ററാണ്. എക്സൽ എന്ന് പറഞ്ഞ മോഡലിനായിരുന്നു, ആ മോഡൽ എന്ന് പറഞ്ഞാൽ ഹൈ റൂഫാണ്. ഒരുപാട് കാര്യങ്ങളില്ല, വെറും ബേസിക് വണ്ടിയാണ്. അപ്പോൾ ഞാൻ ജിമ്മിനെ കുറിച്ച് പറയാറുണ്ട് ബേസിക്കാണെന്നുള്ളത്. അതിനേക്കാളും ബേസിക്കായിട്ട് വണ്ടിയാണ് ഓമ്നി എന്നുള്ളതാണ്. ഇപ്പോൾ ഹെഡ് ലാമ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ മുന്നിലെ ഒരു കാര്യങ്ങളാണെങ്കിൽ നോക്കി ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുക ആ ഒരു വാൻ, മൈക്രോ വാൻ രൂപം തന്നെയാണ്. വൈപ്പറിന് ഒരു വാഷർ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷറി എന്ന് പറയുന്നത്. പക്ഷേ ആ വാഷർ ഓണാക്കി കഴിഞ്ഞിട്ട് വൈപ്പർ നമ്മൾ ഓണാക്കണം, അല്ലാണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വൈപ്പർ ഓണാവില്ല. പിന്നെ ഇവിടെ ഒരു ആൻറ്റിന കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരു ആൻറ്റിന എന്ന് പറയുന്നത് ആ ഒരു പഴയ കാലത്തെ ആൻറ്റിനാണ്. മിററുകളൊക്കെ സാധാ മിററാണ്. ബമ്പർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബമ്പറാണ്. ഇത് ആദ്യ ജനറേഷനിൽ വ്യത്യാസമാണ്. ഗ്രില്ല് വന്നു, ഇവിടെ ഒന്നുമില്ല. അതായത് എൻജിൻ എന്ന് പറയുന്നത് സീറ്റിൻ്റെ അടിയിലാണല്ലോ. പിന്നെ ഇതിൻ്റെ വലിയ ഗ്ലാസ് ഏരിയയും ആ ഇരിക്കുന്ന ഒരു പൊസിഷൻ വെച്ച് ബസ് ഓടിക്കുന്ന പോലെ ഓടിക്കുന്ന ഒരു വാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. 96 8 സീറ്റ് വന്നു, 99 ഹൈ റൂഫ് വാൻ വന്നു, 2003 LPG വന്നു. അപ്പോൾ ആംബുലൻസ് വേർഷനായിട്ടും സ്കൂൾ വേർഷനായിട്ടും അല്ലെങ്കിൽ സ്കൂൾ ബസ് വേർഷനായിട്ടും അങ്ങനെ പല വിധமான വേർഷനിൽ ഈ ഒരു ഓമ്നി ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ പേടിപ്പെടുത്തുന്നത് ഈ ഒരു ഡോറായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടി എന്നുള്ള പേര് വരാൻ കാരണം ഈ സ്ലൈഡിങ് ഡോറാണ് ഓമ്നിക്ക്. ഇത് 8 സീറ്റർ അല്ല, ഇതൊരു 5 സീറ്റർ വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രണ്ടിൽ 2 സീറ്റും ബാക്കിൽ ഒരു 3 സീറ്റും തന്നെ ഉള്ളൂ. പക്ഷേ വലിയ ബൂട്ടും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തേക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു വൈൻഡർ കാണാം. വൈൻഡർ കാണാമെന്ന് പറയുമ്പോൾ വെരി ബേസിക് ആണ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ലക്ഷറീസ് ഇല്ല, സെൻട്രൽ ലോക്ക് ഇല്ല, പവർ വിൻഡോസ് ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സംഭവം എന്ന് പറയുന്നത്. കരിയർ എന്ന് പറയുന്നത് ശരിക്കും 8 സീറ്റർ വണ്ടിക്കാണ് ആവശ്യം. ഈ വണ്ടിക്ക് ആവശ്യത്തിലധികം ലഗേജ് വെക്കാനുള്ള ബൂട്ടുണ്ട് എന്നുള്ളതാണ്. ഓമ്നി ഇറങ്ങിയിട്ട് അവസാനം വരെയും മാറാതിരുന്നിട്ടുള്ളത് ഓമ്നിയുടെ പിൻ സസ്പെൻഷനാണ്. ഇതെന്ന് പറയുന്നത് ലീഫ് സ്പ്രിംഗ് ആണ്. ആ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ലോഡൊക്കെ കയറാൻ നല്ലതാണ്. പിന്നെ മുന്നിൽ ഡിസ്കും ബാക്കിൽ ആ ഒരു ഡ്രം ബ്രേക്ക് തന്നെയാണ്. ഇത് ആ ഒരു 12 ഇഞ്ച് വീലാണ് എന്നുള്ളതാണ്. ആദ്യ ജനറേഷൻ പോലെയല്ല, ഇത് പ്ലാസ്റ്റിക് ബമ്പറാണ്. പിന്നെ ഡോർ തുറക്കാൻ കീ അവിടെ തന്നെ ഇടണം. ആ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് പോലെ തന്നെ അത് തുറന്നു കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് തുറക്കുന്ന ആ ഒരു വലിയ ഹാച്ച് ഡോർ തന്നെയാണ്. സാധാരണ ഒരു ഡോറാണ്, പക്ഷേ ഇതിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഒരു സംശയം തോന്നും എവിടെയാണ് ഈ ഒരു 8 സീറ്റ് എന്നുള്ളത്. 8 അല്ല, 10 സീറ്റ് വെക്കാനുള്ള സ്ഥലമുണ്ട് ഇതിനകത്ത്. ചില സ്ഥലത്തൊക്കെ നമുക്ക് കാണാം ഇവിടെ മറ്റേ ജീപ്പുകളുടെ പോലെ 2 ബെഞ്ച് സീറ്റൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ 2 ആ ഒരു ജംബോ സീറ്റൊക്കെ വെച്ചിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ശരിയല്ല. എന്നാലും ഇവിടെ 2 ഹൈഡ്രോളിക് സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓമ്നിക്കുണ്ട്. ലളിതമാണ് വണ്ടി. അതായത് പിന്നിലെ ലൈറ്റുകളാണെങ്കിലും, അതല്ല ഈ ഒരു ഡിക്കിയുടെ ആ ഒരു ഡോറാണെങ്കിലും, ഇവിടെ കാണുന്ന ആ ഒരു ഹിഞ്ചസ് ആണെങ്കിലും ഡിഫോറോ അല്ലെങ്കിൽ വൈപ്പറോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റോപ്പിലാകുമ്പോൾ മാത്രമേ കാണുള്ളൂ. പക്ഷേ ലളിതമാണ് സുന്ദരം. അതാണ് ഓമ്നിയുടെ ഒരു കാര്യം. ഈ ഓമ്നിയുടെ ബമ്പറിലെ റിവേഴ്സ് ലൈറ്റിൻ്റെ ആ ഒരു പൊസിഷനിങ് കണ്ടോ? ഒന്നല്ല, 2 ഉണ്ട്. പിശുക്കൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ലീഫ് സ്പ്രിംഗ് ഒന്നുകൂടി കാണിക്കാം. സ്പേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാരുതി അല്ലെങ്കിൽ സുസുക്കി ചെയ്തിട്ടുള്ള ഏറ്റവും മികവായിട്ട് ഈ ഒരു വണ്ടി കാണാം. അതായത് സ്പെയർ വീൽ വെച്ചാൽ താഴെ ബാക്കിൽ സ്ഥലം ഉണ്ടായിട്ട് കൂടി സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് തന്നെ കയറാനിറങ്ങാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇപ്പോൾ 90 ഡിഗ്രി ഡോർ എന്നൊക്കെ വിളിച്ച് പുതിയ കാറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിലുമൊക്കെ ഈസി ആയിട്ട് കയറാൻ പറ്റും. ഫ്ലോറിലിരുന്നാലും നമുക്ക് സുഖമായിട്ടിരിക്കാം. ഈ സീറ്റ് എന്ന് പറയുന്നത് പണിതിട്ടുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നാലും പുതിയ വണ്ടികൾ പോലെ ആ ഒരു ഹമ്പൊന്നും കാണില്ല. കാരണം ഇതിനകത്ത് ട്രാൻസ്മിഷൻ ടണലൊന്നുമില്ല.
സ്റ്റിൽ ഈ വണ്ടി പ്രൊപ്പലർ ഷാഫ്റ്റ് വെച്ചിട്ട് റിയർ വീൽ ഡ്രൈവിലാണ്. പക്ഷേ നടുവിലാണ് എഞ്ചിൻ്റെതായിട്ടുള്ള ബസ്സിലൊക്കെ കാണുന്ന പോലെ ചെറിയ ഒരു കട്ടിങ് അകത്ത് കാണാം. അത്രേ ഉള്ളൂ. ഇപ്പോൾ തൈ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ 8 സീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് റീക്ലൈൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹെഡ് റൂം ഉണ്ട്, നമുക്ക് ഇരിക്കാനായിട്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഒരു മൈക്രോ വാൻ പർപ്പസ്ഫുള്ളി ബിൽറ്റ് വണ്ടി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതിൽ 8 പേരൊക്കെ തീർത്ഥാടനം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 8 പേര് യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ടൂറൊക്കെ പോയിട്ടുള്ള ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. ഓംനിയിൽ യാത്ര ചെയ്യാത്ത ആൾക്കാരുണ്ട്, എനിക്ക് സംശയമാണ്. എന്തായാലും ഈ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിയാണ്. കാളക്കണ്ണൻ 96-98 മാറിയെങ്കിലും, അതായത് ചതുര ലൈറ്റ് ആയെങ്കിലും, ഒരു വലിയ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ വലിയ മാറ്റം വരാനായിട്ട് 2005 ആവേണ്ടി വന്നു. ഇപ്പോൾ ഡാഷ്ബോർഡ് മാറി, രൂപം മൊത്തത്തിൽ മാറി, കുറേ കളറുകൾ വന്നു. ഈ നീലയൊക്കെ അപ്പോൾ വന്നതാ. ഈ സ്റ്റിയറിംഗ് വീല് മാറി, മീറ്റർ ക്ലസ്റ്റർ മാറി, എല്ലാം മാറി. ഒരു ഇത്തിരി കൂടി കാലികമാക്കി. പക്ഷേ അപ്പോൾ AC കൊടുത്തില്ല. ലാസ്റ്റ് വന്ന മോഡലിന് ബ്ലോവർ ഉണ്ടായിരുന്നു, അത് ഈ മോഡൽ കണ്ടില്ല. അത് ലാസ്റ്റ് വന്ന ഒരു അപ്ഡേറ്റിൽ കിട്ടിയതാണ്. ഇതിൻ്റെ ത്രോട്ടിലാണെങ്കിൽ ആ ഒരു താഴെ നിന്ന് മുകളിലേക്കുള്ള നിലയ്ക്കാണ്. ഹെഡ് ലാമ്പിൻ്റെ ലെവലർ കാണാം. അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് റിവേഴ്സ്. പിന്നെ ഒരു ചെറിയ ഗ്ലോ ബോക്സ് ഉണ്ട്, ലോക്കബിൾ ആണ്. അത് ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. പവർ വിൻഡോസ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. മീറ്റർ ആണെങ്കിലും ടൈക്കോമീറ്റർ ഇല്ല. സാധാരണ ഒരു മീറ്ററും ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പോൾ പല വണ്ടിക്ക് കാണില്ല, പക്ഷേ ഈ വണ്ടിക്കുണ്ട്. പക്ഷേ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നമുക്ക് ഏറ്റവും മുകളിലിരുന്ന് ഓടിക്കുന്ന പോലെ എല്ലാം കണ്ടുകൊണ്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഓംനി എന്നുള്ളതാണ്. സീറ്റ് കൂടി ആ ഒരു 2005 മാറിയിട്ടുണ്ട്. ആ ഒരു മാറ്റം നമുക്കിവിടെ കാണാം. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് പൊക്കി വയ്ക്കുന്ന രീതിയിലാണ് ആ ഒരു കാറുകളിലേതുപോലെ തന്നെ. പിന്നെ കുറച്ച് ആ ഒരു വീൽ ആർച്ചുകൾ ഉള്ളിലേക്ക് നിൽക്കും, അതൊക്കെ. പിന്നെ ഒരു കൗതുകം എന്ന് പറയുന്നത് മാരുതി ജിംനിയുടെയും അല്ലെങ്കിൽ ഓംനിയുടെയും സ്റ്റിയറിംഗ് ബോക്സ് സെയിം ആണെന്ന് നിങ്ങൾക്കറിയോ? എന്നാൽ അങ്ങനെയാണ്, അതുമുണ്ട് എന്നുള്ളതാണ്. എഞ്ചിൻ അകത്താണ്, അതുകൂടെ കാണിക്കാം. മാരുതി ഓംനിക്ക് മാരുതി 800 കണ്ട അതേ എഞ്ചിനായിരുന്നു. 796 cc, 38 HP, 62 Nm, 3 സിലിണ്ടർ, 2 വാൽവ്സ് പെർ ഹെഡുള്ള ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് വെരി ബേസിക്കാണ്. പ്രശ്നങ്ങളില്ലാണ്ട് ഓടും. ലക്ഷോപലക്ഷം കിലോമീറ്റർ ഓടിക്കണ്ടിട്ടുണ്ട്. അത് 800 പോലെ തന്നെ ഈ ഒരു ഓംനിയിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ പൊസിഷൻ ചെയ്തിരുന്ന സീറ്റിന് അടിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മക്ഫെഷൻ്റെ ഫ്രണ്ട് സസ്പെൻഷനും അല്ലെങ്കിൽ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. പവർ സ്റ്റിയറിംഗ് വേണ്ട, കാരണം വളരെ ലളിതമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിക്കാനും മടക്കാനും പറ്റും എന്നുള്ളതാണ്. 1 ലക്ഷം രൂപയെ താഴെ ഇറങ്ങിയിട്ടുള്ള മാരുതി ഓംനി അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ താഴെയൊക്കെ കിട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇത് ഇറങ്ങി പോകുന്നതിൻ്റെ മുന്നേ വരെ, അതായത് നിർത്തുന്ന മുന്നേ വരെ. അതുകൊണ്ട് വാല്യൂ ഫോർ മണി പ്രപ്പോസലിൻ്റെ മൈക്രോ വാൻ കൂടെയായിരുന്നു മാരുതി ഓംനി എന്നുള്ളതാണ്. മാരുതി ഓംനി ചെറിയ വണ്ടിയാണെങ്കിലും ഇത് ഓടിക്കുമ്പോഴല്ലോ ഒരു ബസ് ഓടിക്കണ ഫീലാ. 800 അതേ സ്വഭാവം ഉണ്ടോ, അതായത് നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ഡയറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഒന്നാമത്തെ കാര്യം പവർ സ്റ്റിയറിംഗ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓടിക്കുമ്പോഴേ സാധാരണ ഒരു കാർ ഓടിക്കുന്നതിനേക്കാളും കണക്ഷൻ ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി എന്ന് പറയാൻ ഒന്നും പറയാനില്ല, നമുക്ക് വളരെ എല്ലാം കണ്ടുകൊണ്ട് ഓടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന സീറ്റിൻ്റെ താഴത്താണ് ടയർ. അപ്പോൾ നമ്മൾ ആ ഒരു തിരിക്കുമ്പോഴൊക്കെ ശരിയാണ്, ബസ് ഓടിക്കുന്ന പോലെ തന്നെയാണ് ടെക്നിക്കലി. ആ ഒരു ബസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെറുതായിട്ട് കിട്ടണമെങ്കിൽ അത് ഈ ഒരു ഓംനിയിൽ കിട്ടും എന്നുള്ളതാണ്. ഇതിൻ്റെ മക്ഫേഴ്സൺ സ്ട്രെറ്റാണ് ഫ്രണ്ടിലെ ആ ഒരു സസ്പെൻഷൻ, ബാക്കിലാണെങ്കിൽ ലീഫ് സ്പ്രിങ്. ഈ രണ്ടും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ 2 സസ്പെൻഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോഡ് വലിക്കുക എന്നുള്ളതാണ്. അതായത് യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്ത ആൾക്കാരുണ്ട്, 8 സീറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിന്നീട് ഓംനി കാർഗോ ആയി, ഓംനി ആ ഒരു LPG വന്നപ്പോഴൊക്കെ യൂസ് കേസ് മാറിയല്ലോ. ഇതുകൊണ്ട് ആംബുലൻസുകൾ പോണ പോക്ക് കണ്ടോ, ആംബുലൻസുകൾ പോകുന്നത് നമുക്ക് പേടിയോ, അതായത് അകത്ത് കിടക്കുന്ന രോഗികൾ അറ്റാക്ക് വന്ന് മരിക്കുമോ, വീണ്ടും അറ്റാക്ക് വന്ന് മരിക്കുമോ എന്ന് തോന്നും. കാരണം അത്രയും ആ ഒരു സ്കൂട്ടറൊക്കെ ഹൈവേയിലൂടെ ഓടിക്കില്ലേ, അങ്ങനെ അല്ലെങ്കിൽ സിറ്റി കൂടെ തന്നെ ഫ്ലിക്ക് ചെയ്ത് ഓടിക്കില്ലേ, അതുപോലെയാണ് ഓംനി ഞാൻ പറയും. കാരണം വളരെ ഈസിയാണ് ഫ്ലിക്ക് ചെയ്യാൻ, വളരെ സുഖമാണ് ഓടിക്കാൻ, വളരെ രസമാണ് ഈ വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവം എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഓംനി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഈ മോഡലല്ല, ആദ്യത്തെ ആ ഒരു കാളക്കണ്ണൻ. ഇപ്പോൾ നമ്മൾ ലക്ഷറി കാറുകളിൽ നമ്മൾ പറയും നമുക്ക് ഇഷ്ടപ്പെട്ട പെഡലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓർഗൻ ടൈപ്പാണ് എന്ന് പറയും. ഇതിൻ്റെ അന്നേ ഓർഗൻ ടൈപ്പാട്ടോ. അപ്പോൾ പഴയ ജീപ്പുകൾ ഞാനാണ് കണ്ടത്, മഹീന്ദ്ര ജീപ്പുകൾ കണ്ടിട്ട്. ഇതിനകത്ത് AC ഇല്ല, AC വെക്കാൻ പറ്റില്ല ടെക്നിക്കലി. കാരണം അതിൻ്റെ സീറ്റിൻ്റെ അടിയിലുള്ള എഞ്ചിൻ്റെ കൂടെ ആ ഒരു AC വെക്കലും കണ്ടൻസറും കംപ്രസറും കൂടി സെറ്റ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്. സ്റ്റിൽ AC വെച്ച ഓംനികൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ അല്ല, വിരലെണ്ണാവുന്ന വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ കൺട്രോൾസ് എന്ന് പറയുന്നതും സ്റ്റിയറിംഗ് എന്ന് പറയുന്നതും 800 ആയിരുന്നു ആദ്യം വന്നപ്പോൾ. 800 അല്ല, സ്റ്റിയറിംഗ് വ്യത്യാസമുണ്ട്. വട്ടത്തിലുള്ള ആ ഒരു സെൻട്രൽ ഒരു വട്ടവും പിന്നെ 2 ആ ഒരു ആമുമായിട്ടുള്ള സ്റ്റിയറിംഗ് ആയിരുന്നു. അതേ സ്റ്റിയറിംഗിൻ്റെ പുതിയ രൂപം എന്ന നിലയ്ക്കാണ് അവർ ഈ ഒരു സ്റ്റിയറിംഗ് കൂടി ഈ ഒരു വണ്ടിക്ക് കൊടുത്തത്. ടേണിംഗ് റേഡിയസ് ഒക്കെ ഈസിയാണ് വണ്ടി തിരിക്കാനായിട്ട്. ടേണിംഗ് റേഡിയസ് ഒന്നും ഇല്ല ഈ വണ്ടിക്ക്, അതായത് ടേണിംഗ് റേഡിയസ് കുറവാണെന്നല്ല പറയാം, ഇല്ല, അത്രയും നിന്ന് തിരിച്ചു പോകാം. എനിക്ക് തോന്നുന്നു നാനോ ഓടിച്ചപ്പോൾ പറഞ്ഞു, നാനോ ഭയങ്കര ഈസിയാണ് ഓടിക്കാൻ, നാനോയ്ക്ക് ടേണിംഗ് റേഡിയസ് കുറവാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മാരുതി പണ്ടേ ഓംനിയും കൊണ്ട് വിട്ടതാണ് എന്നുള്ളതാണ്. എനിക്കിതിനകത്ത് ഇരുന്ന് ഓടിക്കുമ്പോഴേ AC ഇല്ലാത്തൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, നല്ല എയർ ഫ്ലോ ഉണ്ട്. ഞാൻ ഗ്ലാസ് കയറ്റിച്ചിരിക്കാം.
പിന്നെ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തൊരു ഫീൽ തോന്നില്ല. എന്തിനാ പവർ സ്റ്റിയറിംഗ്, ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ ആ ഒരു സുഖം പോരെ. അതായത് ലൈറ്റാണ്, ഒന്നും പറയാനില്ല. ബ്രേക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ചവിട്ടുമ്പോൾ അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ കണ്ടീഷനിൽ ഇതാ ആ പോകുന്ന ഓൾട്ടോ കേട്ടം വെച്ചൊരു ചെറിയ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ABS ഇല്ല, എയർ ബാഗ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ല, ക്രംബിൾ സോണിൻ്റെ കുറവുകൾ എല്ലാം കാണാം. പക്ഷേ ഫൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ വണ്ടിയേക്കാളെ കൂടുതലാണ് ഓംനിക്ക്. അല്ലെങ്കിൽ ഇന്നിറങ്ങുന്ന ഈക്കോയേക്കാൾ കൂടുതലാണ് പറയാൻ പറ്റുള്ളൂ. ഓൾട്ടോ കേട്ടനേക്കാളും കൂടുതലാണ് പറഞ്ഞത് ബ്ലണ്ടറാണ്. ഓക്കെ, ആ ഒരു ഈക്കോയേക്കാളും കൂടുതലാണ് ഓംനിക്ക് എന്ന് പറയുന്നത്. കാരണം ചെറിയ എഞ്ചിനുള്ള വണ്ടി ചവിട്ടി കുത്തി ഓടിക്കുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഒന്ന് വേറെയാണേ. നമ്മുടെ റിച്ചാർഡ് ഹാമണ്ട്, അതായത് ടോപ്പ് ഗിയറിൻ്റെ ട്രയോല റിച്ചാർഡ് ഹാമണ്ട് ഈ ഒരു ഓംനി എന്ന് പറയുന്ന അവരുടെ സുസുക്കിയുടെ കാരി എന്ന് പറഞ്ഞ വാൻ ഫ്ലിക്ക് ചെയ്ത് മറയ്ക്കുന്നുണ്ട്. അതായത് ചുമ്മാ ഫ്ലിക്ക് ചെയ്ത് മറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫൺ എപ്പിസോഡ് നമ്മൾ ടോപ്പ് ഗിയറിൽ കണ്ടു. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ സേഫ്റ്റിയുടെ കുറവ് നമ്മൾ കാണും. പക്ഷേ ഇപ്പോഴും ഒരു ഓംനി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വണ്ടി ഒരു രസമായിട്ട് നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ എടുത്ത് ഓടിക്കാനും, തണുപ്പത്ത് രാവിലെ അല്ലെങ്കിൽ രാത്രി, അല്ല പകൽ ചൂടത്തൊന്നും പറ്റില്ല, AC ഇല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എനിക്കൊരു ഓംനി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണെങ്കിലും ഒരു ഓംനി മേടിക്കുന്നതോട് തെറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയും ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്ന എപ്പിസോഡിൽ നമ്മുടെ ഓംനിയുടെ ആ ഒരു വീഡിയോ കഴിഞ്ഞേക്കാണ്. കാളക്കണ്ണിന് വേണ്ടി ഞാൻ ശ്രമിച്ചു, കാളക്കണ്ണിന് ഓംനിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. എന്തായാലും ഈ ഒരു ഓംനി കൊണ്ടു തന്ന നമ്മുടെ ആ ഒരു വ്യൂവർക്ക് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.